റോസ് ചെടികളുടെ കെയറിങ്ങിനെ പറ്റി പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ വളമൊക്കെ സെയിം ആണെങ്കിൽ പോലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ, മണ്ണിൻ്റെ ഘടന അതൊക്കെ അനുസരിച്ച് വേണം റോസ് ചെടികൾക്ക്. ഓരോ പ്രദേശത്തും ഓരോ തരം പോട്ടി മിക്സ് ആയിരിക്കും കൊടുക്കേണ്ടി വരിക. അതായത് തണുത്ത പോട്ടി മിക്സ് ഉള്ള ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവരുടെ ആ മണ്ണ് തന്നെ മതിയാവും. ചുവന്ന മണ്ണ്, ചെളിമണ്ണാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? മണലൊക്കെ കലർന്ന മണ്ണാണ് എൻ്റെ ഇവിടുത്തെ. നല്ല ചൂടാവുന്ന മണ്ണാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അതിന് തണുപ്പ് കിട്ടാനും കൂടി വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. റോസ് ചെടികളുടെ അടിഭാഗം എത്രയായാലും തണുപ്പ് തന്നെ ഇരിക്കണം. പക്ഷെ എന്നാലും മേൽഭാഗത്ത് ചൂടും വെളിച്ചം പ്രകാശമൊക്കെ തട്ടിയെങ്കിൽ തന്നെ നന്നായിട്ട് മുട്ടും പൂവൊക്കെ ഇടുള്ളൂ കേട്ടോ. ഞാനത് പഠിച്ചു വരുമ്പോഴത്തേക്ക് എൻ്റെ ഒരുപാട് ചെടികൾ നഷ്ടപ്പെട്ടു പോയി. 100 റോസ് ചെടികൾ ഉണ്ടായിരുന്നു, ഇതായിപ്പോയി. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു റോസ് ചെടികൾ പോലും പോകാറുമില്ല. എല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടാറുമുണ്ട്. കീടനാശിനികളുടെ പ്രയോഗമൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. അങ്ങനെ ശീലിപ്പിച്ചെടുത്താൽ അത് വളരെ